ഇന്ന് ഞാൻ വാഴക്കൂമ്പ് തോരൻ വയ്ക്കുന്നു. ഞങ്ങളുടെ തൊടിയിലുണ്ടായ ഏത്തവാഴയിൽ നിന്നും പറിച്ച് ഒടിച്ച വാഴക്കൂമ്പാണ് തോരൻ വയ്ക്കുന്നത്. അതിന് പെട്ടെന്ന് തോരൻ വയ്ക്കും, അധികം നേരം നിൽക്കത്തില്ല. അതുകൊണ്ട് നേരത്തെ തന്നെ കൂമ്പ് ചെത്തി അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണയൊക്കെ തടവി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ജീരകം, മഞ്ഞൾപ്പൊടി, കുറച്ച് ഇഞ്ചി ഇട്ടാൽ നല്ലതാണ്. മഞ്ഞൾപ്പൊടി ഒരു തോരൻ്റെ അരപ്പിന് വേണ്ടി എടുക്കണം. തേങ്ങയും കൂടി ഇട്ട് ചതയ്ക്കണം. രണ്ട് കൂമ്പാണ് ഞാൻ എടുത്തത്. ക്വാണ്ടിറ്റി കൂടുതലായതുകൊണ്ട് കുറച്ച് തേങ്ങ കുറച്ച് കൂടുതൽ ഇട്ടു. അത് ചതച്ച് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് സവാളയും കൂമ്പ് എണ്ണ പുരട്ടി വെച്ചിരുന്ന കൂമ്പിനകത്ത് സവാളയും അരപ്പും ഉപ്പും കൂട്ടിയിട്ട് ഞാൻ ഇടണം. അത് എളുപ്പത്തിൽ ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങളങ്ങനെ അല്ലായിരിക്കും. എനിക്കധികം നേരം നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എളുപ്പത്തിൽ ചെയ്യുന്നത്. സ്വാദുണ്ടായിരിക്കും. ഉപ്പും കൂടിയിട്ട് ഞാൻ വിടണം. പിന്നെ ഞാൻ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത് തന്നെ നല്ലവണ്ണം ഞാൻ വിടണം. കൈ പൊക്കുന്നില്ല. കൈക്ക് ബലക്കുറവായതുകൊണ്ട് പെട്ടെന്ന് ചലനശേഷിയില്ല കൈക്ക്. എന്നാലും ഒപ്പിച്ചു. ഞാൻ വയ്യാന്ന് വിചാരിച്ച് ഒരു ജോലിയും ചെയ്യാതിരുന്നില്ല. എല്ലാ പണിയും ഞാൻ ചെയ്യും. പിന്നെ ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് തീ കൊടുത്ത് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിച്ച് അതിനകത്ത് തട്ടുക. കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് കറിവേപ്പില ഇട്ടില്ല. കറിവേപ്പില കിട്ടിയില്ലെന്ന് വെച്ചാൽ ഞാൻ നാടൻ കറിവേപ്പില ഉപയോഗിക്കത്തുള്ളൂ. തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കറിവേപ്പില ഉപയോഗിക്കത്തില്ല. അത് ഇല്ലെങ്കിൽ ഇല്ലെന്നേ ഉള്ളൂ. വിഷമൊന്നും വെച്ച് പിള്ളേർക്ക് കൊടുക്കില്ല. അതുകൊണ്ട് കറിവേപ്പില ഇല്ല. ഞാൻ പാത്രത്തിൽ കുറച്ച് വെള്ളം, അരപ്പൊഴിയുന്ന പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇളക്കി അടച്ചു വെച്ച് ശകലം നേരം കഴിഞ്ഞ് ആദ്യം ഒന്ന് 15 മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഒന്ന് ഇളക്കി. ഓക്കെ, താങ്ക് യു.